നമസ്കാരം. ബത്ലഹേം ന്യൂസിലേക്ക് സ്വാഗതം. 2025 VBS കലാശക്കൊട്ടിലേക്ക് വിജയമൊരുക്കിയ ടീം ബത്ലഹേം. മജീഷ്യൻ മുതുകാടും എതിരാളി. ഒരുക്കത്തിന് കളറാക്കി ഗിൽഗാദും ബത്ലഹേമും. നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തത് പ്രതിഷേധം. സഭയുടെ വാതിൽ തകർത്ത് ഗിൽഗാദ് ടീം. സമൃദ്ധമാക്കി 2025 VBS. കാണാനില്ല. VBS ടീമിന് നന്ദി അറിയിച്ച് ന്യൂ ലൈഫ് AG ചാർജ്. വാർത്തകൾ വിശദമായി. 2025 VBS കലാശക്കൊട്ടിലേക്ക്. 2025 ഏപ്രിൽ 8-ാം തീയതി ആരംഭിച്ച VBS കലാശക്കൊട്ടിലേക്ക് ഫാഷൻ സോങ്ങും ഗെയിംസും മാജിക്കുകളും ക്ലാസുകളും എല്ലാം കൊണ്ട് വ്യത്യസ്തമായിരുന്നു ഈ വർഷത്തെ VBS ഡയറക്ടറായി പാസ്റ്റർ സുനിൽകുമാറും കോ ഡയറക്ടറായി റിനോയും പ്രവർത്തിച്ചു. കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ആത്മീയതയിൽ ഉയർത്തുന്നതിന് ബി ഡിഫറൻറ്റ് എന്ന തീമിൽ നടന്ന VBSൽ സാധിച്ചു. വിജയമുറപ്പിച്ച് ടീം ബത്ലഹേം. ആദ്യ ദിനം മുതൽ ലീഡ് എടുത്തു തുടങ്ങിയ ബത്ലഹേം അവസാന ദിവസവും ലീഡ് കൈവിടാതെ മുന്നിൽ നിൽക്കുന്നു. ഈ വിജയം തങ്ങൾ പൂർത്തി നേടിയതാണെന്നും എതിർ ടീമായ ഗിൽഗർ തങ്ങൾക്ക് പറ്റിയ എതിരാളികളല്ലെന്നും ബത്ലഹേം ലീഡർ ഷിനോ പ്രതികരിച്ചു. താൻ രാജിവെച്ച് പോകുന്നതെന്ന് അഭിനന്ദനങ്ങൾ പറഞ്ഞു പരത്തിയ ഗിൽഗാദിന്റെ ടീം ലീഡറായ അഞ്ജലിയെ ഇപ്പോൾ വെട്ടത്ത് പോലും കാണുന്നില്ല എന്നും ഷിനോ കൂട്ടിച്ചേർത്തു. എതിരാളി VBS ഡേ 1 ബുക്ക് ഉപയോഗിച്ചും ഡേ 2 കയർ ഉപയോഗിച്ചും VBS ഡയറക്ടർ സുനിൽകുമാർ കാണിച്ച സ്റ്റേജ് ലോക പ്രശസ്തി നേടിയിരിക്കുന്നു. ഇതൊക്കെ ചെറിയ ഐറ്റമാണെന്നും ഇതിലും വലുത് തന്റെ കഴിവുണ്ടെന്നും സമയമില്ലാത്തതിനാലാണ് തന്റെ കഴിവ് കാണിക്കാൻ സാധിക്കാത്തതെന്നും ഡയറക്ടർ പറഞ്ഞു. മജീഷ്യൻ മുതുകാട് തന്റെ ശിഷ്യനായിരുന്നുവെന്നും താൻ കാരണമാണ് മുതുകാട് ഇത്ര ഫേമസ് ആയതെന്നും സുനിൽകുമാർ അവകാശപ്പെട്ടു. എന്നാൽ മുതുകാടിനോട് സത്യാവസ്ഥ അന്വേഷിച്ചെങ്കിലും ഇപ്പോഴൊന്നും പ്രതികരിക്കാനില്ലെന്ന് അദ്ദേഹം അറിയിച്ചു. ഒരുക്കദിനം കളറാക്കി ഗിൽഗാദും ബത്ലഹേമും. ഡേ 4-ൽ നടന്ന ഒരുക്കദിനം കളറാക്കി ഗിൽഗാദും ബത്ലഹേമും വ്യത്യസ്തമായ രീതിയിലാണ് ഇരു ടീമുകളും അലങ്കരിച്ചത്. ഓരോ ദിവസം പഠിപ്പിച്ച വാക്യങ്ങളും ക്ലാസുകളും ഫുഡുകളും ഗെയിംസുകളും ഒക്കെ അലങ്കാരത്തിൽ ഉൾപ്പെടുത്തി. അലങ്കാരത്തിന്റെ റിസൾട്ടിന് ശേഷം ഗിൽഗാദ് ടീം തങ്ങൾക്ക് അലങ്കാരത്തിന് കൊണ്ടുവന്ന തണ്ണിമത്തിന് എല്ലാവർക്കും നൽകി. നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതിൽ പ്രതിഷേധം. VBS 3-ാം ദിനത്തിൽ കഴിക്കാൻ കൊടുത്ത നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതിൽ പ്രതിഷേധിച്ച് സിസ്റ്റർ സിമിത. തനിക്ക് കിട്ടിയ നെയ്യപ്പം ചെറുതായി പോയതിൽ തനിക്ക് സങ്കടമായെന്നും സിമിത പറഞ്ഞു. ഇതിന്റെ വിഷമം മാറ്റാൻ ഇന്നലെ കൊടുത്ത പഴംപൊരി 4 എണ്ണവും 8 ഗ്ലാസ് വെള്ളവും സിമിത കഴിച്ചെന്ന് ദൃക്സാക്ഷിയായ ശ്രുതി പറഞ്ഞു. അവരുടെ വാതിൽ തകർത്ത് ഗിൽഗാദ് ടീം. ഇന്നലെ നടന്ന അലങ്കാര മത്സരത്തിലും തുടർന്ന് നടന്ന ഗെയിംസിലും തോൽവി സംബന്ധിച്ച ഗിൽഗാദ് ടീം ഇന്നലെ നടത്തിയ പ്രതിഷേധത്തിൽ കസേരയെറിഞ്ഞ് സഭയുടെ വാതിൽ തകർത്തു. ഇത് ഗിൽഗാദ് ടീമിലെ മുതിർന്ന അംഗമായ വളവുപുരയുടെ ശ്രുതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമായിരുന്നു. ഇവരെ സഭാ അധികൃതർ കുറ്റവിമുക്തരാക്കിയതായി അറിയിച്ചു. വിഭവ സമൃദ്ധമാക്കി 2025 VBS. 2025 VBSലെ എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ ആഹാരം കൊടുത്ത് കുഞ്ഞുങ്ങളുടെ മനസ്സ് കവർന്ന് VBS കിച്ചൺ ടീം. പഴംപൊരി, നെയ്യപ്പം, മോദകം, ഡ്രിങ്ക്സ്, ചായ, കാപ്പി മുതലായവ കൊടുത്താണ് കിച്ചൺ ടീം 2025 VBSനെ വിഭവ സമൃദ്ധമാക്കിയത്. കാണാനില്ല. ഗിൽഗാദ് ടീമിലെ പഠിപ്പി എന്നറിയപ്പെടുന്ന വളവുപുരയിടം ശരണ്യയും ബത്ലഹേം ടീമിലെ പണക്കാരി എന്നറിയപ്പെടുന്ന പഴയക്കട വിസ്മി ഹോട്ടലിന്റെ ഉടമയായ വിസ്മിയെയും VBSന്റെ അവസാന ദിവസങ്ങളിൽ കാണാനില്ല. ഇവർ തങ്ങൾക്ക് VBSന് ഡാൻസ് പഠിപ്പിക്കാൻ അവസരം കൊടുക്കില്ല എന്ന പേരിൽ നാടുവിട്ടു എന്നാണ് നാട്ടുകാർ ബത്ലഹേം ന്യൂസിനോട് അറിയിച്ചത്. ഇവരെ കണ്ടുകിട്ടുന്നവർ ന്യൂസ് ഓഫീസിലോ VBS കമ്മിറ്റിയിലോ അറിയിക്കേണ്ടതാണ്. VBS ടീമിന് നന്ദി അറിയിച്ച് ന്യൂ ലൈഫ് AG ചർച്ച്. 2025 VBSനെ ഗംഭീരമാക്കിയ VBS ടീമിന് നേതൃത്വം കൊടുത്ത മാവിളക്കടവ് AG സഭയിലെ സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ സുനിൽകുമാറിനും കുടുംബത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് സ്ഥലം ശുശ്രൂഷകൻ പാസ്റ്റർ ശശിധരനും VBS ടീച്ചർമാരും VBS കുരുന്നുകളും മുന്നോട്ട് വന്നു. തങ്ങൾക്ക് തന്ന സ്നേഹത്തിനും ആദരവിനും VBS ടീമും നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 2025 VBS കലാശക്കൊട്ടിലേക്ക് വിജയമുറപ്പിച്ച് ടീം ബത്ലഹേം. മജീഷ്യൻ മുതുകാടിന് എതിരാളി. ഒരുക്കദിനം കളറാക്കി ഗിൽഗാദും ബത്ലഹേമും. നെയ്യപ്പത്തിൽ നെയ്യില്ലാത്തതിൽ പ്രതിഷേധം. സഭയുടെ വാതിൽ തകർത്ത് ഗിൽഗാദ് ടീം. വിഭവ സമൃദ്ധമാക്കി 2025 VBS. കാണാനില്ല. VBS ടീമിന് നന്ദി അറിയിച്ച് ന്യൂ ലൈഫ് AG ചർച്ച്.